ഗുരുഭ്യോ നമ. വിഘ്നേശ്വരായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീ മഹാഭാഗവതം ദശമം കേരള ഭാഷാഗാനം. ഗ്രന്ഥകർത്താവ് പുറയന്നൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട്. ഇന്ന് 7-ാം അധ്യായമാണ് ഇവിടെ സമർപ്പിക്കുന്നത്. ശകടാസുരവധവും തൃണാവർത്ത വധവുമൊക്കെയാണ് ഇവിടെ സമർപ്പിക്കുന്നത്. എല്ലാവർക്കും പൊന്നുണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ജയ് ശ്രീ രാധേ 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 ശ്യാം. 7-ാം അധ്യായം. ഇങ്ങനെ നന്ദഗോപൻ തന്നുടെ ഗൃഹം തന്നിൽ മംഗളം നൽകിയിടുന്ന ഭഗവാൻ നാരായണൻ ബാലകാവേഷം പൂണ്ടു വാണൊരു കാലത്തിങ്കൽ മാലോകർക്കെല്ലാം ഉള്ളിൽ ആനന്ദം വളർന്നു തേ. ഗോകുലത്തിങ്കൽ പശു വൃന്ദവും വൃക്ഷങ്ങളും ചാകയുമില്ല നാളിൽ നാളിലങ്ങുണ്ടായി. ക്ഷീരവും ഓരോ ഗോക്കൾക്കോരോരോ കൂടാമുണ്ടു. പാരാതെ 3 നേരം നിത്യവും കറന്നിടും. ദുർഭിക്ഷം ദുർമരണമെന്നിവ കേൾപ്പാനില്ല. ദുർഭഗമായ രൂപമെങ്ങുമേ കാൺമാനില്ല. അക്കാലം വാതിൽ പുറപ്പാടതു കഴിപ്പാനയൊക്കെയും ഒരുക്കിനാർ നന്ദനും യശോദയും. വാതിലും പുറപ്പെട്ടു ഗോദാനങ്ങളും ചെയ്തു. പ്രീതിയോടകത്തങ്ങു വന്നപ്പോൾ യശോദയും നല്ലൊരു മെത്ത തന്മേൽ കിടത്തി കുമാരനെ മെല്ലവേ മുല കൊടുത്തുറക്കി പോന്നു. പിന്നെ വന്നൊരു ജനങ്ങളെ സൽക്കരിപ്പതിനായി സന്നാഹത്തോടും ഓരോ കോപ്പുകൾ കൂട്ടുന്നേരം ദുഷ്ടനായുള്ള ശകടാസുരൻ കംസൻ ചൊല്ലാൽ പെട്ടെന്നങ്ങൊരു ചാടായി വന്നിതു മായത്താലെ. ബാലകനുടെ മീതെ വന്നങ്ങു നിന്നിടിനാൻ. കാലുടൻ കുടഞ്ഞൊന്നു കരഞ്ഞു കുമാരനും. ബാലകൻ കരഞ്ഞതു കേട്ടില്ല യശോദയും. 4-5 ബാലകന്മാരന്നേരം തത്ര ചെന്നാർ. പാടലവർണ്ണമാകും ബാലന്റെ പാദം തട്ടി ചാടൊരു 100,000 നുറുങ്ങി വീണു ഭൂവി. ദുഷ്ടനാമസൂരനു സൽഗതിയും വന്നിതു. കേട്ടിതങ്ങൊരു ശബ്ദം ഘോരമായെല്ലാവരും. എന്തിതെന്നോർത്തു ഭയം പൂണ്ടുടനെല്ലാവരും മന്ധരായി കുമാരന്റെ സന്നിധൗ ചെന്ന നേരം ഛിന്നമായി കിടക്കുന്ന ശകടമതും കണ്ടു. മന്ദഹാസവും പൂണ്ടു ബാലകനെയും കണ്ടാർ. എന്തൊരത്ഭുതമിതെന്നെല്ലാരും പറഞ്ഞപ്പോൾ ബന്ധമുണ്ടായതെല്ലാം ബാലന്മാരുര ചെയ്താർ. ചേർച്ചയിൽ ഇതു പാർത്താൽ എന്നുറച്ചെല്ലാവരും ഈശ്വരനറിഞ്ഞിടാമെന്നങ്ങു പോയിടിനാർ. ബാലനെ ചെന്നു വേഗാലെടുത്തു യശോദയും. കാലുകൾ തലോടി തൻ മൂലയും നൽകിയിടിനാൾ. രക്ഷിക്കാ നാരായണൻ എന്നുര ചെയ്തു പല രക്ഷകൾ ചെയ്യിപ്പിച്ചു വിപ്രേന്ദ്രന്മാരെ കൊണ്ടും. അങ്ങനെ ചെറ്റുകാലം കഴിഞ്ഞോരനന്തര മങ്ങൊരു ദിനം നന്ദപത്നിയാം യശോദയും തന്നുടെ ശയ്യ തന്മേലിരുത്തി കുമാരനെ തന്നുടെ മടി തന്നിൽ കിടത്തി മുല നൽകി. ചന്ദ്രബിംബാഭിരാമമാകിയ വദനവും മന്ദഹാസവും കണ്ടങ്ങാനന്ദിച്ചിരിക്കുമ്പോൾ ബാലകൻ തൻ തൻ്റെ ഖനം സഹിച്ചു കൂടായികയാൽ ബാലയാമവൾ തത്ര കിടത്തി പതുക്കവേ.
അന്നേരം തൃണാവർത്തനാകിയ മഹാസുരൻ ഇതോ ചക്രവാതാരൂപമായി കംസൻ ചൊല്ലാൽ വൃക്ഷങ്ങൾ ശിലകളും ഗജങ്ങൾ ഗൃഹങ്ങളും തൽക്ഷണേ ചുഴന്നുടൻ ആകാശേ ഗമിക്കുന്നു. അന്ധകാരവും വന്നു നിറഞ്ഞു ജനങ്ങളു അന്ധരായി വന്നു ചരക്കല്ലുകൾ വർഷിക്കുന്നു. മായ കൊണ്ടിവയെല്ലാം ഉണ്ടാക്കി മഹാസുരൻ മായാബാലകനെയും എടുത്തു വേഗത്തോടെ. ആകാശേ പോകുന്നേരം ബാലനും ഗളം തന്നിൽ കൈകൊണ്ടു പിടിച്ചിതു പേടിച്ചിട്ടെന്ന പോലെ. നീലമാമല കയ്യിലെടുക്കും അസൂരനു ബാലകൻ തൻ്റെ ഭാരം സഹിച്ചു കൂടായികയാൽ കുണ്ഠനായി പാറ തന്മേലടിപ്പാൻ തുടർന്നപ്പോൾ കണ്ഠത്തിൽ പിടിച്ചൊരു ബാലകൻ വിടായികയാൽ വീർപ്പുകൾ മുട്ടി കണ്ണു തുറിച്ചു വശം കെട്ടു വായ്പോടങ്ങലറിക്കൊണ്ടവനും വീണിടിനാൻ. നല്ലൊരു പാറ തന്മേൽ വീണവൻ തകർന്നു പോയി. തെല്ലുമേ കുമാരനു കേടുകൾ പിണഞ്ഞില്ല. ചത്തു വീണൊരു ദൈത്യൻ തന്നെ മാറിയിടത്തിൽ സ്വസ്ഥനായി കിടക്കുന്ന ബാലനെ കണ്ട നേരം വല്ലവിമാരും ചെന്നെടുത്തു വേഗത്തോടും മെല്ലവേ യശോദ തൻ കരത്തിൽ നൽകിയിടിനാർ. മുലയും കൊടുത്തവൾ നന്ദഗോപനു നൽകി പലതും ആശീർവാദം ചെയ്തിതു നന്ദൻ താനും. എന്തൊരു സുഹൃതം ഞാൻ ചെയ്തതെന്നറിഞ്ഞില്ല. ബന്ധുരാഗാത്രനാകൂ മെന്നുടെ പുത്രനിപ്പോൾ എന്തെല്ലാം ആപത്തുകൾ വന്നതിന്നവയെല്ലാം എന്തൊരു ഭാഗ്യം കൊണ്ടു നീങ്ങിയതറിഞ്ഞില്ല. മായമെന്നിയെ സേവിച്ചിടുന്ന നമ്മെയെല്ലാം മായാമോചനൻ പരിപാലിക്കും നാരായണൻ എന്നെല്ലാം ഉര ചെയ്തു നന്ദനും വസുദേവൻ തന്നെ വാക്കുകളെ മാനിച്ചു മരുവിനാൻ. പിന്നെ അങ്ങൊരു ദിനം പുത്രനെ മടിയിൽ വെച്ചുന്നത സ്ഥാനങ്ങളും കൊടുത്തു യശോദയും. നന്ദനമുഖം പാർത്തു നന്ദിച്ചങ്ങിരിക്കുമ്പോൾ മന്ദം വാ പിളർന്നൊരു ജൃംഭിച്ചു കുമാരനും. ചോരിവ തന്നീലതു നേരത്തു യശോദയും നേരോടെ 14 ലോകവും കണ്ടിടിനാൾ. ദേവഗന്ധർവ യക്ഷി കിന്നരാദികളെയും ദേവസ്ത്രീ ജനത്തെയും അപ്സര സ്ത്രീകളെയും ഇന്ദ്രാദി ലോകപാലന്മാരെയും കണ്ടാൾ. പിന്നെ ചന്ദ്രസൂര്യന്മാരെയും മൂർത്തികൾ മൂവരെയും രാക്ഷസ ഭൂതാസുരാഗണത്തെയും ദക്ഷനാരദാനാദിമാമുനി ജനത്തെയും പർവ്വത നദീ സമുദ്രാദികളെയും കണ്ടാൾ. സർവമാനുഷ നാരീ ജന്തുവൃന്ദവും കണ്ടാൾ. എന്നല്ല ചരാചരമൊക്കെയും കണ്ട ശേഷം തന്നെയും കണ്ട നേരം വിസ്മയം പൂണ്ടിടിനാൾ. അന്നേരം മുല കുടിച്ചിടിനാൻ കുമാരകനൊന്നുമേ കണ്ടീലവൾ പിന്നെ എന്നതേയുള്ളൂ. ഉത്തമമാകൂമേഴാം അധ്യായം ചൊന്നേനിനി ചിത്തമോദേന കേട്ടു കൊള്ളുവീനെല്ലാവരും. എൻ്റെ വാക്കുകൾ സർവഗുരുനാഥന്മാരുടെയും രാധാകൃഷ്ണന്മാരുടെയും പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. പൊന്നുണ്ണിക്കണ്ണൻ്റെ കഥകളും കീർത്തനങ്ങളും പറഞ്ഞും കേട്ടും അറിഞ്ഞും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ അതിലും വലിയ ഭാഗ്യം ഒന്നും ഇല്ല അല്ലേ? എല്ലാം ഗുരുനാഥന്മാരുടെ കൃപ. എല്ലാവർക്കും പൊന്നുണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു.
ജയ് ശ്രീ രാധേ 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 ശ്യാം.